കളർ കോമ്പിനേഷൻ കുറച്ചുകൂടെ രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതും രസമുണ്ട്. ഓക്കെ, ഹായ് അപ്പോൾ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പിലുള്ള കോസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് പഠിക്കാം കേട്ടോ. ഇതുപോലെയുള്ള കോസ്റ്റേഴ്സ് നമുക്ക് നമ്മുടെ ഡെസ്കിൻ്റെയോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെയോ ഒക്കെ മേലെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ടീ കപ്പ് വെക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കുമല്ലോ, അപ്പോൾ അത് പ്ലേസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ക്യാൻഡിൽസ് വെക്കാനായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അത് എന്തിനാ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് യൂസ് ചെയ്യാം. പൊതുവെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഏതൊരു നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മേലെയോ അല്ലെങ്കിൽ സ്റ്റഡി ഡെസ്കിൻ്റെ മേലെയൊക്കെ ഇത് വെക്കാം. ആൻഡ് ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ പാറ്റേൺസ് നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റാതെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ക്രോഷ്യ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ അള്ളാ. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതേപോലെ ഈ ക്രോഷ്യൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യുന്ന ഇടയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റിച്ചസ് ഒക്കെ കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ ക്രോഷ്യ ബേസിക്സിലുള്ള ഓരോ സ്റ്റിച്ചസും സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ആ വീഡിയോസ് എല്ലാം കൂടെ ഞാൻ ഒരു ക്രോഷ്യ ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റിച്ചസ് ഇപ്പോൾ ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് എപ്പിസോഡ് ഒന്ന് പോയി നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തന്നെ ഒന്നും കൂടെ ആ ഒരു കറസ്പോണ്ടിങ് ഭാഗം ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ക്രോഷ്യ യാണാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 100% അക്രിലിക് യാണാണ്. 50 ഗ്രാം 3 പ്ലൈ യാണാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഹൂക്ക് സൈസ് 4mm ആയിരുന്നു. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഞാൻ 4mm ഹുക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റിച്ച് മാർക്കറാണ്. ഇടയ്ക്ക് നമുക്ക് ചില സ്റ്റിച്ചസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടാവും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ സേഫ്റ്റി പിൻ യൂസ് ചെയ്യാം. പിന്നെ ഒരു സിസേഴ്സ് നോർമൽ സിസേഴ്സ് മതി. ഇതുപോലെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. സോ ഫസ്റ്റ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ് വെച്ചിട്ടാണ്. മാജിക് റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ യാണിൻ്റെ ടൈലൻ്റ് എടുത്തിട്ട് ഇതുപോലെ 2 വിരൽ വെച്ചിട്ട് ആ 2 വിരലിൻ്റെ മേലേക്ക് ഇതുപോലെ എക്സ് ഷേപ്പിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻസ് ഈ 2 വിരൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. ഇനി നമ്മുടെ ഹുക്ക് എടുത്തിട്ട് ആദ്യം ചുറ്റിയ യാണുണ്ടല്ലോ, ഈ യാണ് ഇതിൻ്റെ താഴെ കൂടെ മറ്റേ യാണിൽ ഇതുപോലെ ഹുക്ക് കൊളുത്തിയതിന് ശേഷം ജസ്റ്റ് വലിക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മറ്റേ കൈൻ്റെ 2 വിരൽ യൂസ് ചെയ്ത് അത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ബാക്കി വരുന്ന യാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. എങ്ങനെയാണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു 3 വിരലിൻ്റെ മേലെ ബാക്കി വരുന്ന യാൻസ് ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കും. എന്നിട്ട് ഈ ഒരു വിരലിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് മേലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ഈ 2 വിരൽ വെച്ച് പിടിച്ചിരുന്നത് മറ്റേ 2 വിരൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു ചെയിൻ 1 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാജിക് റിങ് ഇവിടെ സെക്യൂർ ആവും. അപ്പോൾ മാജിക് റിങ് ഇനി കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ക്രോഷ്യ ബേസിക്സിലുള്ള എപ്പിസോഡ് ഒന്ന് നോക്കിയാൽ മതി. അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യാണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഹുക്ക് കൊണ്ടുപോയിട്ട് ഇതുപോലെ യാണിനെ ഹുക്കിൻ്റെ മേലേക്ക് എത്തിക്കാം. അപ്പോൾ ഇതാണ് യാൺ ഓവർ. ഇനി ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് കൂടെ നമുക്കതിനെ പുൾ ചെയ്തെടുക്കണം. അതാണ് പുൾ ത്രൂ. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചിൽ ഒരു യാൺ ഓവറും ഒരു പുൾ ത്രൂ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ പുൾ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചായി. ഇത്രയും ചെയ്താലാണ് ഒരു മാജിക് റിങ് ആവുക. ഇനി ഈ ഒരു ചെറിയ ടെയിൽ എൻഡ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മാജിക് റിങ്ങിൻ്റെ വലുപ്പം കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഒരു മാജിക് റിങ്ങിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യാൻ പോകുന്നത്. 12 ഡബിൾ ക്രോഷ്യ നമുക്ക് ഈ മാജിക് റിങ്ങിൽ ചെയ്യണം. അപ്പോൾ ഡബിൾ ക്രോഷ്യേസ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മുടെ ഹുക്ക് യാണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ യാൺ ഓവറായി. ഇതാണ് ഒരു യാൺ ഓവർ. നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പം ഇതുപോലെ ആദ്യം യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ മാജിക് റിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ യാൺ ഓവർ ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഹുക്കിൽ 3 ലൂപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഇതിൽ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെ പുൾ ത്രൂ ചെയ്തെടുക്കുക. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം. അപ്പോൾ നമുക്ക് വീണ്ടും 2 ലൂപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒന്ന് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക.
അപ്പോൾ വീണ്ടും 2 ലൂപ്പ് ഉണ്ടാവുമല്ലോ. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും പുൾ ത്രൂ ചെയ്യാം. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ആയി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിലുള്ള ഈ ഒരു സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് വെക്കാം. ബിക്കോസ് നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിലിരിക്കുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഹാൻഡിൽ ഉണ്ടല്ലോ, ഹാൻഡിലിൻ്റെ രണ്ടിൻ്റെയും താഴെ കൂടെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇതുപോലെ പാസ് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് വരുന്ന ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇനി ബാക്കി എല്ലാ ഡബിൾ ക്രോഷ്യേസും ചെയ്യേണ്ടത്. ഇപ്പോൾ 2 ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 12 ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. 3 4 12. അപ്പോൾ നമ്മൾ 12 ചെയ്തിട്ടുണ്ട്. 12 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാജിക് റിങ്ങിൻ്റെ ചെറിയ ടെയിൽ എൻഡ് ഉണ്ടല്ലോ, അത് പിടിച്ചിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക. നമുക്കപ്പോൾ അതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു സർക്കിൾ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു സ്പേസിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു സ്പേസിലുള്ള സ്റ്റിച്ച് മാർക്കർ ഇതുപോലെ അയച്ചെടുക്കുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പേസിലേക്ക് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി യാൺ ഓവർ ചെയ്ത് ആ സ്പേസിലൂടെ തന്നെ തിരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും. ആദ്യത്തെ ലൂപ്പിനെ രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ പുൾ ത്രൂ ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റൗണ്ട് നമുക്ക് എങ്ങനെയെന്നുള്ളത് നോക്കാം. സെക്കൻഡ് റൗണ്ടിൽ ആദ്യം ജസ്റ്റ് ഒരു ചെയിൻ 1 ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ഈ സ്റ്റിച്ചിലൊന്നും കൂട്ടുന്നില്ല, ജസ്റ്റ് ഒരു ചെയിൻ 1 ഇട്ട് കൊടുക്കുക സ്റ്റാർട്ടിംഗ് ആയിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ സ്റ്റിച്ചസ് ഉണ്ടല്ലോ, എല്ലാ സ്റ്റിച്ചസിലേക്കും ഈ വി ഷേപ്പിൽ ഇരിക്കുന്ന എല്ലാ സ്റ്റിച്ചസിലേക്കും നമ്മൾ 2 ഡബിൾ ക്രോഷ്യേസ് വീതം ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിപ്പോൾ നമ്മുടെ ഓൾറെഡി ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇരിക്കുന്ന ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, നമ്മുടെ ഈ ചെയിൻ 1ൻ്റെ തൊട്ടടുത്തുള്ള ആ സ്റ്റിച്ച് അടക്കം എല്ലാ സ്റ്റിച്ചസിലേക്കും 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കണം. അപ്പം ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യാണ്. ഇനി സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ. രണ്ടാമത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. ഈ വി ഷേപ്പുള്ള ഇതിൻ്റെ താഴെ കൂടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് ലോക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എല്ലാ സ്റ്റിച്ചിലേക്കും ഇതേപോലെ 2 ഡബിൾ ക്രോഷ്യേസ് തന്നെ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ സ്റ്റിച്ചിലും 2 വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും 2 വെച്ച് ചെയ്ത് കൊടുക്കുമ്പം ഇവിടെ എത്തുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എല്ലാ സ്റ്റിച്ചസിലേക്കും 2 വെച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് 24 സ്റ്റിച്ചാണ് കിട്ടുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 24 ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബിക്കോസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് റൗണ്ടും തെറ്റും. ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിലേക്കാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് ആ ഒരു സ്റ്റിച്ച് മാർക്കർ ഇരുന്ന സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ റൗണ്ട് 2 കംപ്ലീറ്റ് ആയി. ഇനി റൗണ്ട് 3 എങ്ങനെയെന്നുള്ളത് നോക്കാം. റൗണ്ട് 3ൽ നമ്മൾ ആദ്യം റൗണ്ട് 2ൽ ചെയ്ത പോലെ ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇരിക്കുന്ന സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കുക. സെയിം സ്റ്റിച്ചിൽ 2. 1
2. ഇനി അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ മാത്രം. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു റൗണ്ടിലുള്ള പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ അടുത്തതിൽ 2, അങ്ങനെ 1 2 1 2 എന്നുള്ള ഫോർമാറ്റിലാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പം ഇനി ഇതിൽ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ആണ്. ഓക്കെ, അപ്പം 1 2 1 2 1 2 എന്നുള്ള രീതിക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പം അവസാനം നമുക്കൊരു 2 ആണ് ഉണ്ടാവുക. കാരണം ഇവിടെ ആദ്യം 1 ആണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു 2ൽ അവസാനിക്കും. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാറ്റേണിൽ 1 2 1 2 എന്നുള്ള പാറ്റേണിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവിടെ വരെ എത്തുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യാണ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് മാർക്കർ ഇടണമായിരുന്നു, അത് വിട്ടുപോയി. സാരമില്ല. ഈ ഒരു ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിലിരിക്കുന്ന ഈ സ്റ്റിച്ച്, ഈ ഒരു സ്റ്റിച്ചിലേക്കാണ് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുത്തിട്ട് യാൺ ഓവർ ചെയ്ത് ഇതുപോലെ ഫുൾ ത്രൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ റൗണ്ട് 3 കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൗണ്ട് 4 ആണ് ചെയ്യാനുള്ളത്. റൗണ്ട് 4 കുറച്ചധികം ശ്രദ്ധിക്കണം. കാരണം ഇതുപോലെ ഒരേപോലെയുള്ള സ്റ്റിച്ചസ് അല്ല റൗണ്ട് 4ൽ ചെയ്യുന്നത്. റൗണ്ട് 4ൽ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഹാർഡ് ഷേപ്പ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് റൗണ്ട് 4ലാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ചസ് ഇങ്ങനെ മാറി മാറിയിരിക്കും. ഓരോ സ്റ്റിച്ചസിലേക്ക് ഇടുന്ന സ്റ്റിച്ച് വേറെ വേറെ ഇരിക്കും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഞാൻ മുകളിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഓരോ സ്റ്റിച്ചസും എന്താണെന്നുള്ളത്. എന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിച്ചിലേക്ക് ഞാൻ ഡബിൾ ക്രോഷ്യ ഇടാൻ പറയുമ്പോൾ നിങ്ങൾ ഡബിൾ ക്രോഷ്യ ഇടാൻ വേണ്ടിയിട്ട് അതൊന്ന് പോസ് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ ഇട്ടിട്ട് പിന്നെ കണ്ടാൽ മതി. അങ്ങനെ കൂടെ കൂടെ ചെയ്തു പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആസ് യൂഷ്വൽ നമ്മളൊരു ചെയിൻ 1 ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിലേക്ക് നമ്മളൊന്നും ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്റ്റിച്ച്, ആ സ്റ്റിച്ചിലേക്ക് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത് ഡബിൾ ക്രോഷ്യ ഒക്കെ പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഫസ്റ്റ് സ്റ്റിച്ചല്ല അതിൻ്റെ തൊട്ടടുത്തുള്ളത്, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ഈ 3 ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ ഒരുമിച്ച് യാൺ ഓവർ ചെയ്ത് ഫുൾ ത്രൂ ചെയ്തെടുക്കുന്നതിനെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി സെയിം സ്റ്റിച്ചിലേക്ക് ഇപ്പോൾ ഇട്ടിട്ടുള്ള ഡബിൾ ക്രോഷ്യ ഇട്ട സെയിം സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വട്ടം ഇതുപോലെ യാൺ ഓവർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക. അപ്പോൾ 4 ലൂപ്പ് ഇരിക്കുന്നത് കാണാൻ പറ്റും ഹുക്കിൽ. യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ സെയിം സ്റ്റിച്ചിൽ ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ആയി, ട്രിപ്പിൾ ക്രോഷ്യ ആയി. ഇനി നെക്സ്റ്റ് 3 സ്റ്റിച്ചസിലേക്കും നമ്മൾ ഒരുപോലെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ട്രിപ്പിൾ ക്രോഷ്യ, തൊട്ടടുത്തയിലും 2 ട്രിപ്പിൾ ക്രോഷ്യ, അതിൻ്റെ തൊട്ടടുത്തയിലും 2 ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ ഓരോന്നിലും 2 ട്രിപ്പിൾ ക്രോഷ്യ വെച്ച് ചെയ്തു കൊടുക്കുക. 2 വട്ടം യാൺ ഓവർ ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുക. രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ പുൾ ത്രൂ ചെയ്യുക. ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ചാണ് കേട്ടോ. സെയിം സ്റ്റിച്ചിൽ 2 ട്രിപ്പിൾ ക്രോഷ്യ. ഇതുപോലെ അടുത്ത സ്റ്റിച്ചിലും 2 ട്രിപ്പിൾ ക്രോഷ്യ. ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ,
സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷേ, സെയിം സ്റ്റിച്ചിൽ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷേ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷേ, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷേ, ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 3 സ്റ്റിച്ചിലും 2 ട്രിപ്പിൾ ക്രോഷേസ് വെച്ചിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ മാത്രം ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു കൊടുക്കുക. ഒരേ സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷേ. ഓക്കെ, ഇപ്പോൾ സെയിം സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക, 2 ലൂപ്പ് ഇട്ടു, 2 ലൂപ്പിൻ്റെയും അകത്ത് കൂടെ പുൾ ത്രൂ ചെയ്യാം. ഇതുപോലെ നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേ. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരെണ്ണം കൂടെ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, സെയിം സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്തു കൊടുക്കുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഒരേ സ്റ്റിച്ചിൽ 2 എണ്ണം, 1 2. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്യാം. ഒരേ സ്റ്റിച്ചിൽ 2 എണ്ണം, 1 2. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയി, കണ്ടോ? അതിങ്ങനെ ഹാർട്ട് ഷേപ്പിൽ വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഹാർട്ട് ഷേപ്പിൽ ഫസ്റ്റ് ഹാഫ് സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ ഈ ഒരു പോർഷനും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെൻട്രലിലുള്ള ഹാർട്ട് സെറ്റ് ആവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള സ്റ്റിച്ചസൊക്കെ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ ഇവിടെ ചെയ്യാം. അപ്പോൾ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത് 2 ഡബിൾ ക്രോഷയാണ്. ഒരേ സ്റ്റിച്ചിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷേസ് ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷേ, ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷേ, സെയിം സ്റ്റിച്ചിലേക്ക്. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഒരെണ്ണം. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേ, ഒരേ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേ. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, സെയിം സ്റ്റിച്ചിൽ. ഇനി നെക്സ്റ്റ്
സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. ഒരേ സ്റ്റിച്ചിൽ 2 എണ്ണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ഒരേ സ്റ്റിച്ചിലേക്ക്. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് 3 സ്റ്റിച്ചസിലേക്കും 2 ട്രിപ്പിൾ ക്രോഷ്യസ് വെച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റിച്ചസിലേക്കും 2 എണ്ണം വെച്ചിട്ട്. സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ. ഇനി നെക്സ്റ്റിലും 2 എണ്ണം. നെക്സ്റ്റിലും 2 എണ്ണം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യ. സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത സ്പേസ് ആണിത്. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൻ്റെ താഴേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഈ സ്റ്റിച്ചിൻ്റെ താഴേക്ക്. ഓക്കെ, ഇതാണിപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൻ്റെ താഴേക്ക് ആ ഒരു ചെറിയ സ്പേസിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചെയിൻ 1 കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ യാണ് കട്ട് ചെയ്ത് കളയാം. നമുക്ക് കാരണം ബോർഡറിന് നമ്മൾ വേറെ യാണാണല്ലോ യൂസ് ചെയ്യുന്നത്. ഒരു ചെയിൻ 1 ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യാണ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് വലിച്ചിട്ട് നല്ല ടൈറ്റാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിർത്തണമെങ്കിൽ ഇപ്പം നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് വേറൊരു കളർ യാണും കൂടെ എടുത്തിട്ട് നമുക്കിതിൻ്റെ ബോർഡേഴ്സ് ഇതുപോലെ ബോർഡേഴ്സ് കൊടുക്കാം. ഇതിനെയാണ് ഷെല്ലെന്ന് പറയാം. ഈ ഓരോ സ്റ്റിച്ച് ഈ ഓരോ ഷേപ്പിലിരിക്കുന്നതാണ് ഷെൽ സ്റ്റിച്ച്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോർഡേഴ്സ് കൊടുക്കാം. ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ പറയാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ നിർത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വീവിൻ ചെയ്ത് ഹൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ടേപ്പിസ്ട്രി നീഡിൽ എടുത്തിട്ട് ഇവിടെ കോർത്ത് കൊടുക്കുക.
എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ബാക്കിൽ കാണാത്ത രീതിയിൽ ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് അറ്റത്തേക്ക് കൊണ്ടുപോവുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലേക്ക് ഇപ്പുറത്തേക്ക് പിടിക്കാത്ത രീതിയിൽ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഈ നീഡിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതാ ഈ ഒരു ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ നമുക്കത് വെച്ചിട്ട് ടൈ ചെയ്യാമല്ലോ. ഓക്കെ, പിന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ട് 2 വട്ടം ടൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ 2-3 വട്ടം ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നിങ്ങൾക്ക് ടൈ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് വീവിൻ ചെയ്യുക. ഈ ആണ് വേറെ സ്ഥലത്തേക്ക് വീവിൻ ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീവിൻ ചെയ്തെടുത്താൽ മതി. ഇപ്പം തന്നെ ഇതൊരു ഹാർഡ് കോസ്റ്റർ ആയി. ഇനി നമുക്കൊരു ഭംഗിക്ക് നമ്മൾ ഇതിന് ഒരു ബോർഡർ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നിർത്തണമെങ്കിൽ ഇവിടെ നിർത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് നമ്മുടെ നെക്സ്റ്റ് കളർ യാണ് സെലക്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ ടൈലൻഡ് റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ ഇവിടെ ഈ ലാസ്റ്റത്തെ റൗണ്ടിൽ ഇവിടെ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു ചെയിൻ 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയിൻ 1 ചെയ്തു, പിന്നെ സ്കിപ്പ് ചെയ്തു, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. തൊട്ട് മുന്നേ ഒരു സ്പേസ് കാണും, ആ സ്പേസ് അല്ല, അത് കഴിഞ്ഞിട്ടൊരു ചെയിൻ 1 കാണും. ആ ചെയിൻ 1ൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ആണ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കുക, ബാക്കിൽ പിടിക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ആ ഒരു സ്പേസിലേക്ക് കൂടെ എടുക്കുക. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു ചെയിൻ 1 ചെയ്യുക, ടൈറ്റാക്കുക. ചെയിൻ 1 ചെയ്ത സെയിം സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. അപ്പോൾ സെയിം സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ, ഇതൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഷെല്ലാണ് ചെയ്യാനുള്ളത്, ഈ ഷേപ്പിലുള്ള സ്റ്റിച്ച്. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഷെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ സ്പേസ് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്പേസ്, ഈ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തു, തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, 1 2 3 4 5. സെയിം സ്റ്റിച്ചിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഷെല്ല്. ഇനി ഇതുപോലെ നെക്സ്റ്റ് ഷെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് 5 ഡബിൾ ക്രോഷ്യ. നാല് 5 നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്തത് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ഷെല്ല് ചെയ്യുന്നതെന്നുള്ളത്. ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്പേസ് വിട്ടിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക, വീണ്ടും തൊട്ടടുത്ത സ്പേസ് വിട്ടിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എന്ന് വെച്ചാൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോഴും അതിൻ്റെ അപ്പുറത്തെയും ഇപ്പുറത്തെയും സ്റ്റിച്ച് നമ്മൾ വെറുതെ വിടും.
അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഷെല്ല് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് 5 ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും കേട്ടോ. ചിലപ്പോൾ കേൾക്കുമ്പം നല്ല കൺഫ്യൂഷനായിട്ട് തോന്നും, ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റിച്ചിലേക്കും 5 ഡബിൾ ക്രോഷ്യേസ് വെച്ചിട്ട് ചെയ്യുകയാണ് ഓരോ ഷെല്ലിൽ നടക്കുന്നത്. അപ്പോൾ തേർഡ് ഡബിൾ ക്രോഷ്യ ആയി, ഫോർത്ത്, ഫിഫ്ത്ത്. ഇനി ഈ ഷെല്ല് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വേണം സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം 5 ഡബിൾ ക്രോഷ്യ ഒരൊറ്റ സ്റ്റിച്ചിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെയും തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് നമ്മളിതിനെ ജോയിൻ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് മൊത്തം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു റൗണ്ട് മൊത്തം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, 2 3 4 5. ഇനി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ. അത്രയേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ ഈ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ഇവിടെ വരെ കംപ്ലീറ്റ് ആക്കിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഷെല്ല് എത്തിയിട്ടുണ്ട്. ഇനി 2 സ്റ്റിച്ച് ബാക്കിയുണ്ടാവും. ലാസ്റ്റ് ഷെല്ല് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല, അപ്പോൾ 2 സ്റ്റിച്ച് ബാക്കിയുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് ഷെല്ല് ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷെല്ല് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിംഗിൾ ക്രോഷ്യ ഇല്ലേ, ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, ഈ ആണ് ആഡ് ചെയ്തപ്പോൾ ചെയ്ത സിംഗിൾ ക്രോഷ്യ, അതിലേക്ക് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സംഭവം സെറ്റാണ് കേട്ടോ. ഇനി ഒരു ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് ഈ ആണ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് വീവിങ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിക്ക് നല്ല ടൈറ്റായിട്ട് വലിച്ച് കൊടുക്കുക. അപ്പോൾ ഹാർഡ് ഷേപ്ഡ് കോസ്റ്റർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വീവിങ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് ഇത് രണ്ടും ടൈ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അത് ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെച്ചിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ എന്തായാലും മുകളിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മുകളിൽ കൊടുക്കുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഹാർഡ് കോസ്റ്റർ റെഡിയായി. ഈ ഒരു കളർ കോമ്പിനേഷൻ കുറച്ചുകൂടെ രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതും രസമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കളർ കോമ്പിനേഷൻ എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം എന്തായാലും ആക്ച്വലി ഭയങ്കര ഈസിയാണ്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഷേപ്പ് ഫോം ചെയ്യുന്ന ആ പാറ്റേൺസ് മാത്രം ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് സ്റ്റിച്ചസ് ഒക്കെ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എണ്ണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതുപോലത്തെ ഏതെങ്കിലും ക്രോഷ്യ പ്രൊജക്ട്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. എന്നാലേ നമ്മുടെ വീഡിയോസ് കൂടുതൽ പ്രൊമോട്ടായിട്ട് ഇനിയും നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.